യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയതിന് ഇന്ത്യ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഛോട്ടാ ഷക്കീൽ. യാക്കൂബ് ശിക്ഷിക്കപ്പെട്ടത് ടൈഗർ മേമന്റെ ചെയ്തികൾ മൂലമെന്നും ഛോട്ടാ ഷക്കീൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഛോട്ടാ ഷക്കീലിന്റെ വെളിപ്പെടുത്തൽ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യാക്കൂബ് മേമന്റെ വധശിക്ഷ നടപ്പിലാക്കലിന് ശേഷം ഏത് രീതിയിലാണ് കാര്യങ്ങൾ രണ്ടാം ദിവസം ചർച്ച ചെയ്യപ്പെടുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീ VV രാജേഷ്, ഒപ്പം മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ VV രാജേഷ്, ഗുരുതര പ്രത്യാഘാതമുണ്ടാകും ഛോട്ടാ ഷക്കീൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യൻ സർക്കാരിൻ്റെ മേലുള്ള വിശ്വാസ്യതയ്ക്കാണ് തകർച്ചയുണ്ടാകുന്നത്. ഈ വിശ്വാസ്യതയേക്കാൾ കൂടുതൽ ആരെ സന്തോഷിപ്പിക്കാനാണ് ഇത്ര തിടുക്കത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയത്? ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു ഗവൺമെൻറ് നീതി നടപ്പിലാക്കി എന്ന് അവർക്ക് ബോധ്യപ്പെടണം. ഒപ്പം തന്നെ ഈ മുംബൈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കൾക്കുണ്ടായ നഷ്ടം ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ നിയമവും സംരക്ഷിക്കപ്പെടുന്നു എന്ന് ലോകത്തിന് തോന്നണം. അതാണ് ഈ ഗവൺമെൻറ് ഇവിടെ നടപ്പിലാക്കിയത്. പിന്നെ യാക്കൂബ് മേമൻ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇവിടെ സംരക്ഷിച്ചു കൊള്ളാം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞോ എന്നുള്ളതൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള വിഷയമല്ല. ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള വിഷയം സുപ്രീം കോടതിയുടെ വിധി മാത്രമാണ്. വിധി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഗവൺമെൻറ് ചെയ്തത്. അതിലപ്പുറം ഗവൺമെൻറ് യാതൊന്നും ചെയ്തില്ല. അക്കാര്യം കൃത്യമായി ഗവൺമെൻറ് ചെയ്തു. ശ്രീ മുഹമ്മദ് റിയാസ്, അതിനോടുള്ള പ്രതികരണം. അല്ല, ഒന്ന് ഛോട്ടാ ഷക്കീൽ എന്ത് പറഞ്ഞു, അമിത്ഷാ എന്ത് പറഞ്ഞു, പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല ഞങ്ങളിതിൽ അഭിപ്രായം പറയേണ്ടത്. വധശിക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ അഭിപ്രായമുണ്ട്. ഇവിടെ ലോകത്ത് തന്നെ വധശിക്ഷ നടപ്പിലാക്കരുത് എന്ന നിലപാട് 2 രാഷ്ട്രങ്ങൾ എടുത്തിരുന്നൊരു സന്ദർഭമായിരുന്നു ഇത്. അതിൽ ഇന്ത്യ എടുത്തിരുന്ന സ്റ്റാൻഡ് നമുക്കറിയാം. ഇവിടെ ഈ വിഷയത്തിനകത്ത് 257ഓളം പേർ ജീവൻ നഷ്ടപ്പെടാനിടയായ സംഭവം കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയ വിഷയമാണ്. അതിൻ്റെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, ഒരു തർക്കമില്ല. ഈ പറഞ്ഞ യാക്കൂബ് മേമൻ ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കുകൊണ്ടു എന്നുള്ളത് ഇവിടെ പുറത്തു വന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കണം, പക്ഷേ അത് വധശിക്ഷയാകരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. ടാഡ കോടതി 11 പേരെ ഇതുപോലെ ശിക്ഷ വിധിച്ചതിൽ 10 പേരെ ഒഴിവാക്കി കൊടുത്തു. അതിലൊരാൾ പാകിസ്ഥാനിൽ പോയി ആയുധ പരിശീലനം നടത്തിയ വ്യക്തി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അവിടെയാണ് അതിലും ചെറിയ പ്രവർത്തനം നടത്തിയ യാക്കൂബ് മേമനെ എന്തിനു വധശിക്ഷയ്ക്ക് വിധിച്ചു? അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ടൈഗർ മേമൻ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത് കൊണ്ടാണോ? കൊള്ളക്കാരെ പോലെ ആളെ കിട്ടിയില്ലെങ്കിൽ സഹോദരനെ കൊലപ്പെടുത്തുന്ന രീതിയാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതിനോട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ റോ ഉദ്യോഗസ്ഥൻ B രാമനായാലും ഇതിൽ 3 ജഡ്ജിമാരിൽ ഒരു ജഡ്ജിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആയാലും എടുത്തിരുന്ന നിലപാട് നമുക്കറിയാം. യാക്കൂബ് മേമൻ സ്വയം നേപ്പാളിൽ നിന്ന് കീഴടങ്ങുകയും പിന്നീട് പാക് ISIയുടെ പങ്ക് ഈ അന്വേഷക സംഘത്തിന് വ്യക്തമാക്കാൻ ഇടപെട്ടതും ഇവിടെ റോ ഉദ്യോഗസ്ഥൻ രാമൻ ഇപ്പം ഭൂമിയിലില്ല, അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയ കാര്യവുമാണ്. ഇവിടെ രാജ്നാഥ് സിംഗ് രാത്രി വൈകിക്കൊണ്ട് ശിക്ഷ നടപ്പിലാക്കണമെന്ന് പറയുന്നു. രാജേഷ് ഇവിടെ പറഞ്ഞ പോയിന്റ്, മുംബൈ കലാപത്തിന് ഇരയായവരുടെ കുടുംബങ്ങളുടെ വികാരം, മുംബൈ കലാപത്തിൻ്റെ ഭാഗമായി ബോംബ് സ്ഫോടനത്തിൻ്റെ ഭാഗമായി 257ഓളം പേരുടെ ജീവൻ അമൂല്യമാണ്. അതിൻ്റെ ബന്ധുക്കൾ, അവരുടെ വികാരം ശരി തന്നെ. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് 1984 സിഖുകാരെ 3 ദിവസം 3000ഓളം പേരെ കൊലപ്പെടുത്തി, അവരെ ശിക്ഷിച്ചിട്ടില്ല എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ മതേതരത്തിൻ്റെ പ്രതീകം കൂടി കേവലം ഒരു മുസ്ലിം പള്ളി മാത്രമായിരുന്നില്ല. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവം, അതിനുശേഷമുള്ള സംഭവങ്ങളും. ഇവിടെ മുംബൈയിൽ മാത്രം കലാപത്തിൽ 1000ഓളം പേർ കൊല്ലപ്പെട്ടു. ശ്രീകൃഷ്ണ കമ്മീഷൻ ജസ്റ്റിസ് ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ എഴുതി വെച്ച കാര്യങ്ങളൊന്നും തന്നെ ഈ രാജ്യത്ത് നടപ്പിലാക്കാനോ ബന്ധപ്പെട്ടവരെ ശിക്ഷിക്കാനോ തയ്യാറായില്ല. റിയാസിന്റെ പാർട്ടി ഉൾപ്പെടുന്ന സർക്കാർ ഉണ്ടായിരുന്നല്ലോ 10 വർഷം. 5 വർഷം നിങ്ങളാണല്ലോ UPA സർക്കാരിനെ പിന്തുണച്ചത്. എന്തുകൊണ്ടാണ് റിയാസ് നിങ്ങളുടെ ഗവൺമെന്റ് അത് സാധിക്കാത്തത്? ഇവിടെ അല്ല, റിയാസ് എഴുതാപ്പുറം വെച്ച് നോക്കുന്ന സമയത്ത് ഫാസിസ്റ്റ് പ്രവണതകളാൽ മുഹമ്മദ് റിയാസ് തിരിച്ചെത്താം. ഇപ്പൊ VV രാജേഷ് കൂടി ഒന്ന് ഇടപെടുകയാണ്. ദയവായി ഒന്ന് കേൾക്കുക. മുഹമ്മദ് റിയാസ്, VV രാജേഷ് പറയുന്നത് കൂടി ഒന്ന് കേൾക്കുക. അല്ല, ശ്രീകൃഷ്ണ കമ്മീഷനൊക്കെ റിയാസ് പറയുമ്പോൾ റിയാസിന്റെ പാർട്ടി ഉൾപ്പെട്ട ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടായിരുന്നു 5 വർഷം. കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു 5 വർഷം. ഈ ഗവൺമെന്റ് വന്ന 1 വർഷമായിട്ടേ ഉള്ളൂ. സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കിയത്. റിയാസ് എന്താ പറയുന്നത്? സുപ്രീം കോടതി വിധി നടപ്പിലാക്കണ്ട എന്നാണോ റിയാസ് പറയുന്നത്? അടിസ്ഥാനരഹിതമായി ഇന്ത്യൻ നിയമത്തിൻ്റെ അടിസ്ഥാന ബാലപാഠങ്ങൾ പോലും വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കരുത് ദയവ് ചെയ്ത്. മറ്റൊന്ന് ഞാൻ പറയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ തുറന്നു പറയുകയാണ്, CPM-ഉം CPM-ൻ്റെ നേതാക്കന്മാരും ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു 3-4 വോട്ടിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഈ വിഷലിപ്തമായ ഒരു പ്രചരണമുണ്ടല്ലോ,
ഇന്നലെ ശ്രീ പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നു മുസൽമാനായതുകൊണ്ട് ആ തൂക്കിക്കൊല്ലുന്നത്. ഞാൻ ഇന്നലെ ഇവിടെ കണക്കുകൾ കാണിച്ചല്ലോ. 1400ഓളം പേരെ ഇന്ത്യയിൽ തൂക്കിക്കൊന്നതിൽ 73 പേർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ശ്രീ വി രാജേഷ്, അതിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മുഹമ്മദ് റിയാസിലേക്ക് പോകുന്നതിന് മുമ്പായി അവിടെ ആ കണക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. 1400 ഹിന്ദുക്കൾ ആണെന്നും മറ്റത് 70 പേരാണെന്നും പറയുമ്പോൾ കഴിഞ്ഞ 10-20 കൊല്ലത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലപ്പെട്ടവരെല്ലാവരും ഒരു സമുദായത്തിൽ നിന്ന് മാത്രമുള്ളവരാണ്. അതിനു മുമ്പ് ഉള്ള ഘട്ടത്തിൽ വധശിക്ഷയ്ക്കുണ്ടായിരുന്ന പ്രാധാന്യമല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ. പിന്നെ മൊത്തം സമുദായ അംഗങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നും മറ്റുള്ള സമുദായത്തിൻ്റെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളത് നമുക്കറിയാം. മറ്റൊന്ന്, ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഈ കേസുകളിൽ മുൻപോട്ട് വരുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ കർണാടക ഗവൺമെൻറ്റിന് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, താക്കീതുണ്ട്. അബ്ദുൾ നാസർ മദനിയുമായി ബന്ധപ്പെട്ട കേസിൽ പെട്ടെന്ന് മുന്നോട്ട് പോകുമെന്ന്. ഇങ്ങനെ പ്രയോറിറ്റികൾ മാറുന്നു കഴിഞ്ഞ 10-20 കൊല്ലമായി എന്നുള്ളതാണ് ചർച്ചയിലേക്ക് വരേണ്ടത്. വി രാജേഷ്, അല്ല അബ്ദുൾ നാസർ മദനിക്ക് ഞാൻ ഈ റിയാസ് പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. റിയാസ് ചൈന, ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അല്ല ലാല് പറഞ്ഞാണ് ഏറ്റവും പ്രധാനം. റിയാസിന്റെ ഒരു പോയിന്റ് പറയുന്നത്, റിയാസ് ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈന ഒരു വർഷം 10,000 പേരെ കൂത്തുകൊല്ലുക ചൈനയിൽ ഒരു വർഷം. റിയാസ് കണക്കെടുത്ത് നോക്കിക്കോ, എന്തേ പറയുന്നില്ല? മറ്റൊന്നുണ്ട് ഇവിടെ താങ്കൾ പറഞ്ഞ ഇപ്പോൾ ഈ യാക്കൂബ് മേമൻ ഇതിൽ കുറഞ്ഞ കാര്യമേ ചെയ്തിട്ടുള്ളൂ, എന്തെങ്കിലും ചെയ്തു എന്ന് റിയാസിനെ സമ്മതിക്കുന്നുണ്ടല്ലോ. റിയാസിനെ അറിയാം, താങ്കളും അഡ്വക്കേറ്റ് ആണല്ലോ. 120B വന്നു കഴിഞ്ഞാൽ ഈക്വലി ലയബിൾ 302 വകുപ്പ് അനുസരിച്ച്. പക്ഷേ ദാവൂദ് ഇബ്രാഹിമിനെയും മറ്റുള്ളവരെയും കൂടെ കിട്ടുമായിരുന്നല്ലോ, അത് ഇല്ലാതാക്കിയില്ലേ? അത് മാത്രമല്ല, ബി രാമൻ പിടിച്ചോണ്ട് വന്ന ബി രാമൻ എഴുതിയ കാര്യങ്ങളുണ്ട്, കൊടുത്ത വാക്കുകൾ തെറ്റിച്ചു. എനിക്ക് മനസ്സിലായില്ലേ, ദാവൂദ് ഇബ്രാഹിമിനെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആരെങ്കിലും പിടിക്കാനായിട്ടുള്ള നിങ്ങളുടെ ശ്രമം കൂടെ ഇല്ലാതായല്ലോ. ഞങ്ങളുടെ ശ്രമമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നയമെങ്കിൽ, നിങ്ങളുടെ സർക്കാരിന്റെ നയം അതാണെങ്കിൽ, കണ്ണിന് പകരം കണ്ണ് എന്നാണെങ്കിൽ, കൊന്നതിന് പകരം കൊന്നു എന്നാണെങ്കിൽ, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് വിട്ടുപോയല്ലോ, അവർ എത്ര പേരെ ഇവിടെ കൊന്നു, അവരെയൊക്കെ നിങ്ങൾ തിരിച്ചു കൊല്ലാൻ പോവുകയാണോ? ശ്രീ മുഹമ്മദ് റിയാസ്, ഞാൻ ഇതിനകത്ത് പക്ഷപാതം പരമായ നിലപാടെടുക്കുന്നു. വി രാജേഷിന് പണ്ടേ അഭിപ്രായമുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ശ്രീ മുഹമ്മദ് റിയാസ് പറയൂ. അല്ല, ഇതിൽ മനുഷ്യത്വമുള്ളവർ പക്ഷപാതപരമായ നിലപാടെടുക്കും, മനുഷ്യപക്ഷത്ത് നിലപാടെടുക്കും. അത് നിങ്ങളായാലും ശരി, ഞാനായാലും ശരി, ആരായാലും ശരി. അതിനെ മൈനോറിറ്റി അപ്പീസ്മെൻ്റ് എന്ന് പറഞ്ഞ്, ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞ്, ന്യൂനപക്ഷ പ്രീണനം എന്ന ആശയത്താൽ പൊതിഞ്ഞ വടിവാള് കൊണ്ട് മുറിവേൽക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അഭിപ്രായം പറയരുത് എന്ന് ഭയപ്പെടുത്തുന്ന രീതി ഫാസിസ്റ്റ് രീതിയാണ്. അത് ഞങ്ങൾ ചെറുക്കും. അത് എങ്ങനെ നിങ്ങൾ പ്രചരിപ്പിച്ചാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയും. സഖാവ് പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട്, സഖാവ് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞല്ലോ ഈ ഡെത്ത് ഇതിന് പെനാൽറ്റിയെ കുറിച്ചുള്ള നിലപാട് നവംബർ 21, 2012 എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ ഇത് വോട്ടിനിടുകയും 110 രാജ്യങ്ങൾ ഇത് പാടില്ല എന്ന് പറയുകയും കുറേ രാജ്യങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. കുറേ രാജ്യങ്ങൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്തു. പക്ഷെ 3-2 രാജ്യങ്ങൾ അനുകൂലിച്ചു. 3-2 രാജ്യങ്ങൾ ഇത് പാടില്ല എന്നുള്ള നിലപാടിനൊപ്പം നിന്നു. ഇന്ത്യ ഇതിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്ത രാജ്യമാണ്. ചൈനയും അതിലുണ്ടാകാം. അതുകൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന് പറയേണ്ടതില്ല. വധശിക്ഷയോട് ഞങ്ങളുടെ പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞാൻ തിരിച്ച് രാജേഷിനോട് ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിന്റെ കാരണം ഞാൻ ചോദിച്ചോട്ടെ. അല്ലല്ല റിയാസ്, ഞാൻ ഇതിനൊന്നും പറഞ്ഞോട്ടെ. അല്ല, ഞാൻ രാജേഷിനോട് ചോദിച്ചോട്ടെ. അല്ല, ഞാൻ റിയാസിനോട് തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങളുടെ പാർട്ടിക്ക് വധശിക്ഷ നടപ്പിലാക്കാം. അല്ല, ഞാൻ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാത്തതിന്റെ കാരണം പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം കോൺഗ്രസ് ഭരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. കോൺഗ്രസ് ഭരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസ് രാജ്യം ഭരിച്ച രീതി, ആ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശയം, നിങ്ങൾ തീവ്ര ഹിന്ദുത്വ നിലപാടാണെങ്കിൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാടെടുത്തു. ശ്രീ വി രാജേഷ്, അതായത് പാർട്ടികൾ തമ്മിൽ കൊല ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഏത് പാർട്ടിയാണ് മുമ്പിൽ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. ഇന്ത്യൻ സർക്കാർ, ഭാരത സർക്കാർ ഇപ്പോൾ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഏത് നിലപാടിലേക്ക് പോകണം? ഒന്ന്, ശ്രീ വി രാജേഷ്. രണ്ടാമത്, ഇപ്പോൾ പ്രയോറിറ്റി കൂടുതൽ വന്നിരിക്കുന്നത്, നിങ്ങൾ പല കേസുകളിലും മുംബൈ കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട്. പലരുടെയും പേരുകൾ നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ കൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അതിലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചിലതിന് മാത്രം മുൻതൂക്കം കൊടുത്ത് വേഗത കൊടുക്കുന്നത് എന്തിനാണ്? ശ്രീ ലാൽ വീണ്ടും ഒന്നുകിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. സത്യം അല്ലല്ലോ. താങ്കളോട് ഞാൻ ആദ്യം തന്നെ സംസാരിച്ചു. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു, സുപ്രീം കോടതിയുടെ വിധിയാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് സുപ്രീം കോടതി സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഞാനൊന്ന് എന്റെ സഹോദരൻ ഞാനൊന്ന് പറഞ്ഞു. ഒരു സെന്റൻസിൽ അത് പറഞ്ഞാൽ പെട്ടെന്ന് മുഹമ്മദ് റിയാസിനും അല്ല, ഒരു സെന്റൻസ് പോലും പറയാൻ സമ്മതിക്കില്ല. ഓരോ സെന്റൻസ് പറയൂ.
സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ സുപ്രീം കോടതി മുഖത്ത് ആ വിധിയെടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ വിധി നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിക്കില്ല എന്നാണോ സർക്കാർ പറയേണ്ടത്? മുഹമ്മദ് റിയാസ്, സുപ്രീം കോടതി പറഞ്ഞതൊക്കെ ചെയ്യണ്ടേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, എന്താ പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദത്തിന് മാലേഗാവിൽ സ്ഫോടനം നടത്തി അത് മുസ്ലിങ്ങൾ നടത്തിയതാണെന്ന് പ്രചരിപ്പിച്ച് രാജ്യത്താകെ കലാപം നടത്താൻ വേണ്ടി ശ്രമിച്ച പ്രഗ്യാ സിംഗ് ഠാക്കൂറിനോട് നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ദേശീയ അധ്യക്ഷനായ വ്യക്തികളും അമിത്ഷായും ഉൾപ്പെടെ നടത്തിയ ഗുജറാത്ത് വംശീയതയോട് നിങ്ങൾ എന്താണ് ഈ താല്പര്യം കാണിക്കാത്തത്? ഇത് സ്വാഭാവികമായും ഉയർത്തുന്ന ചോദ്യമല്ലേ? ഞാൻ പിന്നെ ചോദിച്ചോട്ടെ, നിങ്ങളിവിടെ പറഞ്ഞല്ലോ പ്രകാശ് കാരാട്ട് ഒരു കണക്ക് പറഞ്ഞിരുന്നു. പ്രകാശ് കാരാട്ട് സ്വയം ഒരു ഉറക്കത്ത് തോന്നി സ്വപ്നം കണ്ട് ചാടി ഞെട്ടിയണീറ്റ് പറഞ്ഞ കണക്കല്ല. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഈ ഇന്ത്യയിൽ ഡൽഹി നടത്തിയ പഠനത്തിലാണ് 75% തൂക്കിലേറ്റപ്പെടുന്നവർ പിന്നോക്ക വിഭാഗത്തിൽ ന്യൂനപക്ഷത്തിലുമുള്ളവരാണെന്ന് പറഞ്ഞിട്ടുള്ളത്. രാജേഷിന് വേണം നെറ്റ് പരിശോധിക്കാം. അതായത് കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയാലല്ലേ പറ്റും, അപ്പീൽ കൊടുക്കണ്ടേ? ഇവിടെ ഇപ്പോ മാനസിക രോഗമാണെന്ന് പറഞ്ഞ മായ കോട്ടാനിയെ മാറ്റി നിർത്തിയിരിക്കുന്നു നമുക്കറിയാം. അതുപോലെ അമിത്ഷായുടെ കാര്യത്തിൽ നമുക്കറിയാം. ഇതൊന്നും സർക്കാരുകൾ അപ്പോഴപ്പോഴും അപ്പീൽ കൊടുത്ത് മുകളിലേക്ക് സുപ്രീം കോടതി വരെ എത്തുന്നില്ല. ഗവൺമെന്റ് BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിലെന്തെങ്കിലും കാലതാമസം വരുത്തുന്നുവെങ്കിൽ കോടതിയെ സമീപിക്കാമല്ലോ, CPM കോടതി സമീപിക്കാമല്ലോ. എന്തുകൊണ്ട് പോകുന്നില്ല? ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ പറയാം, അമിത്ഷായ്ക്കെതിരെ, പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെതിരെ ഒരു വിധി വരട്ടെ കോടതിയിൽ നിന്നും. ആ നിമിഷം ഗവൺമെന്റുകൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാമല്ലോ. ഏറ്റവും അവസാനമായി എന്തായാലും ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ ഒരു താക്കീത് മദനി കേസിലും കൂടെ വരുമ്പോൾ എന്ത് രീതിയിലാണ് നമ്മുടെ സമ്പ്രദായങ്ങൾ ചലിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നല്ലോ. ജുഡീഷ്യറി ആയാലും എക്സിക്യൂട്ടീവ് ആയാലും എന്ത് വേഗതയിലാണ് കേസുകളുമായി ബന്ധപ്പെട്ട് പോകുന്നത് എന്ന്. അതിന് ജാഗ്രതയോടുകൂടി CPM-നെ പോലെയുള്ള സംഘടനകൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവസാനമായി അല്ല, എനിക്കൊരു ഉത്തരം കൂടെ പറയാനുണ്ട്. ജുഡീഷ്യറിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഫാസിസ്റ്റ് പ്രവണതകളാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ്. ഹഷിംപൂര വിധി ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 1988 മുസ്ലിം ചെറുപ്പക്കാരെ 42 പേരെ ഉത്തർപ്രദേശിൽ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി വെടിവെച്ച് വീഴ്ത്തിയ പോലീസ് അതിലുള്ളവരെ ശിക്ഷിക്കാതെ വെറുതെ വിട്ട കോടതി വിധി വന്നിട്ട് അധികം കാലമായിട്ടില്ല. അതിലെ ആളുകൾക്ക് പ്രൊമോഷൻ നൽകി. ഇവിടെ ജുഡീഷ്യറി തന്നെ പരിശോധിക്കപ്പെടുമ്പോൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇതിൽ നിന്നും വ്യത്യസ്തമായി എടുത്തിട്ട് നിലപാട് എന്തേ രാജേഷ് ഇതിന്റെ കൂടെ പറയാൻ മടിക്കുന്നു? അദ്ദേഹം ഇവിടെ പറഞ്ഞു ഇതിൽ പ്രൊസീജിയർ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവരെ അജണ്ട വഴി മാറ്റാൻ വ്യാപം ഉൾപ്പെടെയുള്ള കുംഭകോണങ്ങളിൽ നാറിയ ഒരു സർക്കാരിൽ നിന്നും അജണ്ട വഴി മാറ്റാൻ ഇവിടെ ഇന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. സമാധാനപരമായി ഈ ചർച്ച അവസാനിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാനും പറ്റുമെന്ന് തോന്നുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ VV രാജേഷ്, ശ്രീ മുഹമ്മദ് റിയാസ്. ക്ഷമിക്കുക പ്രേക്ഷകരും, ഈ ചർച്ച എവിടെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കാൻ നമുക്ക് ഈ ചർച്ചയിലും പറ്റുന്നില്ല, ഇന്നത്തെ പരിപാടിയിലും പറ്റുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് VV രാജേഷ്, മുഹമ്മദ് റിയാസ്.